അങ്ങനല്ലേ എങ്ങനെയായിരുന്നു കളരി അഭ്യാസികൾ എന്താന്ന് ചൊല്ലിക്കൊടുക്കാറില്ലേ? കളരി പഠിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവാം. കളരിയിലെ ഗുരുക്കന്മാര് വായ്ത്താരി ചൊല്ലിക്കൊടുക്കുമ്പോ തന്റെ ശിഷ്യഗണങ്ങള് ശരീരങ്ങൾ ചലിപ്പിക്കുമ്പോൾ തന്നെ ഈ നശീദ് എങ്ങനെ പാടുന്ന സമയത്ത് അത് കാണേണ്ട ഒന്നല്ല. അത് ഞാൻ പറഞ്ഞറിയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തിനാ വായ്ത്താരി എങ്ങനെ? മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്താകട്ടെ. എന്തിനാ വായ്ത്താരി ഒന്ന് ചെല്ലട്ടെ? അമർന്ന് അമർച്ചയിൽ ഇടത്ത് കൂട്ടി വെച്ച് വലത്തൊരച്ച് ചോട്ടി വലത്ത് കൂട്ടി മാറി ഇടത്ത് കൂട്ടി വെച്ച് മർന്നോർന്ന് വരുത്തി വിഷി ഇടത്ത് തുടങ്ങിയ വായ്ത്താരികൾ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ശരീരം ചലിപ്പിക്കുന്നത് തത്തുല്യമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാം. നേരത്തെ നമ്മൾ ദഫ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കിതാബുകളിൽ ഇതിനെ സംബന്ധിച്ച് അറബനായി എന്നല്ല കണ്ടത്, ദഫുൽ അജമി എന്നാണ് കണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുത്തല്ലിമീങ്ങളുടെ സഹസായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക, റഫർ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കിതാബ് തന്നെ കേരളീയനായ ഒരു പണ്ഡിതൻ രചിച്ചിട്ടുണ്ട്, തശവ്വുഫുൽ അസ്മാ ഫി അഹ്കാമിൽ അറബി ദഫി വറഖസി വസമാ. അതിൽ ഈ ഉപകരണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ദഫുൽ അജമി. അപ്പൊ നമ്മൾ നേരത്തെ മുട്ടിയത് ദഫുൽ അറബിയാണ്. 8 ഇഞ്ച് വ്യാസത്തിൽ പ്ലാവിന്റെ വേര് കടഞ്ഞെടുത്ത് ആട്ടിൻതോൽ ചരട് മുറുക്കി ശ്രുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ് യഥാർത്ഥത്തിൽ ദഫ് എന്നത്. ഇത് ഏകദേശം ഒരു 11-12 ഇഞ്ച് വ്യാസം വരും. ഇതിൽ ചലങ്ക ഘടിപ്പിച്ചിട്ടാണ് കളിക്കാറുള്ളത്. പണ്ഡിതന്മാരും അതിനും എതിർത്തിട്ടില്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി യജൂസു ദഫുൻ വസ്തിമാഉ ഫീ ഉർസിൻ വഖിതാനി വഇൻ കാന ഫീഹി നഹബു ജനാജിൽ എന്നാണ് തുഹഫയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് ജലങ്ക ഘടിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഇതിൽ ജലങ്ക ഉപയോഗിക്കാം എന്നുള്ളത്. ഫതുഹുൽ ജവാദിലും ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അഭിപ്രായവും ഇപ്രകാരമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇത് നമുക്ക് കുറഞ്ഞ സമയം മാഷാ അല്ലാഹ് നന്നായിട്ട് ആസ്വദിക്കാം. മൈക്ക് വെക്കുന്ന സമയം നമ്മൾ പുറത്തെ വെറുതെ ഫ്രീ ആക്കണ്ട. ആ മോന്റെ പേര് വീഡിയോ എടുത്ത ചെറിയല്ലേ ഇത് മിനിച്ച് കളിക്കുന്നുണ്ട്. അതൊന്ന് മുട്ടിയാട്ടെ. അയാൾക്ക് മുട്ടാനറിയാം? ഒന്ന് മുട്ടിയാട്ടെ. കുറേ നേരം ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. മുട്ടാനറിയാം. എന്ത് ധൈര്യത്തിലാണ് അയാൾ ഇരിക്കുന്നത് അറിയില്ലേ? മുട്ടാനറിയില്ലേ? ഓരോരുത്തർ എങ്ങനെ കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓരോരുത്തരും വന്ന് മുട്ടിയങ്ങ് പോകട്ടെ. കുറഞ്ഞ സമയം, 1.5 മിനിറ്റ് സമയം എല്ലാവർക്കും തരാം. എല്ലാവരും ദഫുമായിട്ട് ബന്ധപ്പെട്ട് അറിയോ? ഒന്ന് മുട്ടി വെക്കണം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. നിങ്ങോട്ടോ മുട്ട് കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? പറ്റൂലേ? അല്ലേ? ഇങ്ങോട്ട് വാ. നിങ്ങളും വരി. ഇങ്ങോട്ട് നിൽക്ക്. കുറേ നമ്മളങ്ങനെ വീഡിയോ എടുത്ത ആൾക്കാർക്കൊക്കെ പണിഷ്മെന്റ് കൊടുക്കാം. ആണ്ട് വേറൊരാളുണ്ട്. അതാ ആ വൈറ്റ് വലത്തൊപ്പിട്ടാക്ക് അവർക്കുണ്ട് ഒരു പാട്ട് പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ, അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ, ബിബി സുഹ്റ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ, ബിബി സുഹ്റ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ,
فاطمة يا فاطمة نوراني يا زهرة زهراني يا فاطمة نوراني يا زهرة زهراني أول مؤمنين وبرسول الأمين أول مؤمنين وبرسول الأمين തിങ്കളിലെന്നും സയ്യിദി പരമായി പരമായി الأمين തിങ്കളിലെന്നും സയ്യിദി പരമായി തരമായി الأمين يا فاطمة نوراني يا زهرة زهراني يا فاطمة نوراني يا زهرة زهراني അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ അമ്പിയാക്കളിൽ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബിബി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ ബിബി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ. അപ്പം മുട്ടാനും അറിയാം പാടാൻ. മോന്റെ പേരെന്താ? അഹമ്മദ് ജുനൈദ്. അഹമ്മദ് ജുനൈദ്. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്താക്കട്ടെ. വിളിച്ചപ്പം വേഗം വന്ന് മുട്ടില്ല. ധൈര്യ എന്നെക്കൊണ്ടാവൂല. അങ്ങനെ ഒരാൾ വിളിച്ചാൽ ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് ഇതാവൂല. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഈ മോന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു വലിയ ബർക്കത്ത് കിട്ടിയിട്ട് കൊടുക്കട്ടെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? പ്ലസ് വൺ കഴിഞ്ഞു. പ്ലസ് വൺ കഴിഞ്ഞു. പ്ലസ് വണ്ണില്ല? പ്ലസ് വണ്ണ് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കുണ്ടാകാം. പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അള്ളാഹു ബർക്കത്താക്കി കൊടുക്കട്ടെ. എല്ലാ വിഷയങ്ങളും അള്ളാഹു A+ നൽകട്ടെ. റാഹത്ത് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും കിതാബ് ഓതുന്നുണ്ടോ? എവിടുന്ന ഓതുന്ന? ദർസെന്നാണോ? മർക്കസ് ഗാർഡൻ. മാഷാ അല്ലാഹ്. മർക്കസ് ഗാർഡനിൽ കിതാബ് ഓതുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്, കുറച്ച് മുട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ പ്ലസ് 1 തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? പ്ലസ് 2ലേക്ക് കടന്നു. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഈ മുട്ടല്ലാത്ത വേറെന്തെങ്കിലും അറിയാമോ എനിക്ക്? കരാട്ടെ അറിയാം. അല്ലാ, കരാട്ടെ അറിയാൻ പോലെ യാതാ മറ്റേ ശബ്ദം ഉണ്ടാക്കുന്ന അല്ലേ? എന്തെന്ന് പറയല്ല. എന്തെന്നോ ആ ശബ്ദം ഉണ്ടാക്കുന്ന കരാട്ടെ അറിയാം. അപ്പൊ കരാട്ടെ ഏത് ബെൽറ്റ്? കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബെൽറ്റ് ആയിരിക്കില്ലേ? ഞാൻ ആകെ ഉപ്പാന്റെ പച്ചാരപ്പെട്ട ബെൽറ്റേ കണ്ടിട്ടുള്ളൂ. ഏതായാലും അള്ളാഹു മോനിക്ക് വലിയ ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു റാഹത്താക്കട്ടെ. നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ എന്താക്കണം, കഴിവുള്ള കുട്ടികളൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞുമോനെ കണ്ടില്ല നിങ്ങളാ? നേരത്തെ ഇങ്ങനെ നടക്കുമ്പോഴേ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിളിക്കുമ്പോഴത്തേക്ക് സ്റ്റേജിലേക്ക് കയറി വരികയും മുട്ടാൻ പറഞ്ഞപ്പോൾ മുട്ടുകയും പാടാൻ പറഞ്ഞപ്പോൾ പാടുകയും ചെയ്ത് ഇതേമാതിരി എല്ലാ നിലക്കുള്ള കഴിവ് അല്ലാഹു ഈ മോനിക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരുടെ മക്കൾക്ക് അല്ലാഹു നൽകുമാറാട്ടെ. അമ്മയും ബാപ്പയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ബാപ്പാന്റെ പേരെന്താ? ഡോക്ടർ കോയാക്കാപ്പാട്. ഡോക്ടർ കോയാക്കാപ്പാടിന്റെ മോനാ പോലെ. അതായത് ശരിയാ. അള്ളാഹു ബർക്കത്താക്കട്ടെ. എന്നാ പോയിക്കോളി ഇൻഷാ അല്ലാഹ്. പോയിക്കോളി.